الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتد، ومن يضلل فلن تجد له وليا مرشدا. ونشهد أن لا إله إلا الله وحده نصر عبده وأعز جنده وهزم الأحزاب وحده. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وخير الأمور عوازمها، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين. صدق الله العلي العظيم. അത്രയും സ്നേഹം നിറഞ്ഞ അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ആദർശവാദി ജീവിതം സമർപ്പിച്ച സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, സ്നേഹനിധിയായ നാഥന്റെ വിധി വിലക്കുകൾ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടെ ജീവിതത്തിൽ പുലർത്തി മുമ്പോട്ട് പോകണമെന്ന് ആദ്യമായി ഓരോരുത്തരും ഓർമ്മിപ്പിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അത് ഏറ്റവും പ്രിയപ്പെട്ട അബദ്ധങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന് ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ഒന്ന് വിലയിരുത്തുമ്പോൾ തോന്നുന്ന കുറേ സംഗതികളുണ്ട്. അതിൽ പ്രധാനമായ ഒന്നാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചിരുന്നു. മനുഷ്യൻ തോന്നുന്നതാണ്, എനിക്ക് വേണ്ടിയാണെന്ന് ബാക്കി വെച്ചില്ലാലോ, അല്ലെ ദുനിയാവിൽ തന്നെ മനുഷ്യന് തോന്നും എനിക്ക് വേണ്ടിയാണെന്ന് ഉണ്ടാക്കിയില്ലല്ലോ, ബാക്കിയുള്ളത് നോക്കിയല്ലോ. ഈ റിഗ്രറ്റ് നമുക്ക് ശാശ്വതമായ ജീവിതത്തിൽ ഇല്ലാതിരിക്കണം. ഇപ്പടുത്ത് ഒരു ചെറിയൊരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടേണ്ടി വന്നപ്പോൾ ഒരു രക്ഷിതാവ് പറയുന്നൊരു വാക്കാണ്, ഞാൻ എൻ്റെ മകനു വേണ്ടി ജീവിതം സമർപ്പിച്ചു. ജീവിതത്തിന്റെ പകുതിയോളം നല്ലൊരു സമയം അവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു.
എന്നിട്ട് അവനോട് നന്ദി കേട് കാണിച്ചു. സഹിക്കാൻ പറ്റുന്നില്ല. നാളെ പരലോകത്തെത്തുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ആളുകൾ, പ്രത്യേകിച്ച് ഒരു വിഭാഗം നേതാക്കന്മാർ, അങ്ങനെ തന്നെ പറയാണ്, അവസാനം ആർക്കു വേണ്ടിയാണോ ജീവിതം സമർപ്പിച്ചത് ആ മനുഷ്യര് തള്ളി പറയുമ്പോൾ അനുയായികൾ ആളുകൾ പറയും പടച്ചവനോട്, ലൗ അന്ന ലീ കറ, ഒരു ചാൻസ് തന്നിരുന്നെങ്കിൽ മിൻഹും കമാ തബറഉ മിൻഹാ, ഈ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ ജീവിതം കൊടുത്തത്, ഇപ്പൊ അവര് ഞങ്ങളെ തള്ളി പറയുന്നു. പടച്ചവൻ ഒരു ചാൻസ് തന്നാലും ഞങ്ങൾ അവർ നോടി അകലും. അല്ലാഹു പറയാണ്, കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസ്റാത്തിൻ അലൈഹിം. അങ്ങനെ അല്ലാഹു അവരുടെ അമലുകളൊക്കെ നഷ്ടകരമായി തോന്നിപ്പിക്കും. ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. ദുനിയാവ് റിഗ്രറ്റ് പോലെ അല്ലല്ലോ, ഒരു സൊല്യൂഷൻ ഇല്ല. അത് ഏറ്റവും തള്ളിപ്പറയുന്നതിന് മുമ്പിൽ നിൽക്കുന്ന ഒരാൾ പിശാചായിരിക്കും. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു പറയുന്നുണ്ട്, കമസലി ശൈത്താൻ, ശൈത്താന്റെ ഉപമ, ഇത് ഖാല ലിൽ ഇൻസാനി ക്ഫുർ, മനുഷ്യനോട് കുഫർ ചെയ്യാൻ പിശാച പറഞ്ഞത്. പക്ഷെ കുഫർ ചെയ്ത മനുഷ്യനോട് പിശാച് എന്താ പറയാ, ഇന്നി ബരീഉം മിൻക, നീ ചെയ്ത് എനിക്ക് ഉത്തരവാദിത്തമില്ല കേട്ടോ, ഇന്നി അഖാഫുല്ലാഹു റബ്ബുൽ ആലമീൻ, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ്. അങ്ങനെ പിശാച് കൈവടി. പക്ഷെ ഖുർആൻ പറയുന്നത് ഫകാന ആഖിബതുഹുമാ അന്നഹുമാ ഫിന്നാർ, രണ്ടുപേർക്കും അല്ലാഹുവിന്റെ ശിക്ഷ കിട്ടും. പക്ഷെ പിശാച് ഒരു മനുഷ്യനെ കൈവടിയുന്ന ഒരു രംഗം, ഈ രംഗത്തെത്തുമ്പോഴാണ് മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ ടെൻഷൻ അടിക്കുമ്പോൾ നഖം കടിക്കും. ചില ആളുകൾ വിരലുകൾ അറിയാതെ കടിച്ച് തുപ്പിപ്പോകും. സ്വന്തം മക്കള് മുമ്പിൽ വരുമ്പോൾ നോക്കൂല, ഇണയെ നോക്കൂല. ഒരു വിഭാഗം ആളുകൾ പറയും, ചിലപ്പോൾ അത് മക്കളായേക്കാം, പടച്ചോനെ ഈ മനുഷ്യന്മാർ കാരണമാണ് ഞാനിങ്ങനായത്, നജാൽഹുമാ തഹ്ത ഖദാമിന, പടച്ചോനെ ഓല് ഞാൻ എൻ്റെ കാലിനടിയിലിട്ട് ഞെരിക്കട്ടെ. ചില മക്കൾ നമ്മളെ കുറിച്ച് പറയും, ഭയങ്കര വിഷമായിരിക്കുമല്ലോ അല്ലെ. ഇത് സഹോദരി സഹോദരന്മാരെ, ഇത് പറയുന്ന എന്തിനാ ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ വിശുദ്ധമായ റമദാന്റെ അവസാനത്തെ പത്തിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ആലോചിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ജീവിതത്തിലെ ഏറ്റവും നല്ല അവസരങ്ങൾ ഇങ്ങനെ ഓരോ മൊമെന്റുകളും നഷ്ടപ്പെടുക അല്ലെ, കഴിഞ്ഞു പോവാണ്. നഷ്ടപ്പെടാൻ നമുക്കറിയില്ല, ഓരോരുത്തരും ചെയ്യുന്ന അമലുകൾ പോലെയാണ്. പലപ്പോഴും ആളുകൾക്ക് ഇതിൻ്റെ ഒരു വാല്യൂ, ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുന്നില്ല. അങ്ങനെ പറയാൻ കാരണം, ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണോ ഓടി നടക്കുന്നത് അത് ഏറ്റവും നന്നായി ലഭിക്കാനുള്ള യഥാർത്ഥ വഴിയെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നത്, ഈ വഴിയിലേക്ക് വരാത്തത്. തർജുൻ നജാത വലം തസ്ലുക് മസാലികഹ, വിജയം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ വഴി എന്താണെന്ന് അറിയില്ല. ആളുകൾ ഇഅ്തികാഫിരിക്കാന്, ഖിയാമുൽ ലൈൽ നിർവഹിക്കാതിരിക്കാന് എക്സ്ക്യൂസുകൾ കാണുന്നത് എന്ത് പറഞ്ഞിട്ടാണോ അതൊക്കെ ഏറ്റവും മികച്ചതായി നേടിയെടുക്കാനുള്ളതാണ്. ഇത്തരം സന്ദർഭങ്ങൾ അതിനെ കുറിച്ച് തിരിച്ചറിയാതെ പോകുന്ന നഷ്ടകാരികളായ ആളുകൾക്കുള്ളൊരു ഉണർത്തൽ നിലക്കാണ് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു നമ്മളിൽ സ്വീകരിക്കുമാറാകട്ടെ. റമദാന്റെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ നമ്മൾ പറഞ്ഞു. റമദാൻ ഏറ്റവും മഹത്തരമായ രാവ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൈലത്തുൽ ഖദർ ആണ്. എന്നതിനെ കുറിച്ച് നമുക്ക് ആർക്കും സംശയമില്ല. അതിനെക്കുറിച്ച് ഖുർആനിൽ സൂറത്തു ദുഹാനിൽ പറയുന്നത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ രാവിലെ നാം അത് ഇറക്കിയത് അല്ലെ. അൽഹംദുലില്ലാഹ്, ആ രാവുകൾ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. ഹദീസിൽ ഉദ്ധരിച്ചതുപോലെ ഒറ്റ രാവുകളിലാണ് നമ്മൾ അത് പ്രതീക്ഷിക്കേണ്ടതെങ്കിലും ഹദീസില് അത് കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന രാവുകൾ ഒന്ന് എന്ന് മുത്തഫഖുൻ അലൈഹി ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പറയുന്നുണ്ട്. ഒറ്റ രാവുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നല്ലത് കൂടുതൽ സാധ്യതയുള്ള ഒരു ദിനമെന്ന നിലക്ക് 27 കുറിച്ചുള്ള പരാമർശമുണ്ട്. അത് നമുക്ക് അത് നേടിയെടുക്കണം. ശരിക്ക് ഒറ്റ വാക്ക് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാ പണിയും മാറ്റിവെച്ച് മനുഷ്യൻ എന്ത് ചെയ്യും, അതിനോണ്ടിരിക്കും. അങ്ങനെയാണല്ലോ, പ്രയോറിറ്റി ആണല്ലോ. ഇപ്പൊ ഞാനിപ്പോ ജുമാക്ക് തൊട്ടു മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു. തൊട്ടു മുമ്പ് അവന് ഇഖ്റ ഹോസ്പിറ്റലിൽ വന്നതാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കിൽ ഓടുന്നൊരു മനുഷ്യനാണ്. എനിക്കൂടെ ഖുത്ബ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ കഴിഞ്ഞ ആഴ്ച
അദ്ദേഹം രാത്രി തറാവീഹ് നമസ്കരിച്ച് പിന്നീട് പുലർച്ചെ 4 മണിക്ക് എണീറ്റിട്ട് ഇതിലൂടെ പോകുമ്പോൾ ഇവിടെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ബൈക്കെന്ന് പറഞ്ഞു ഉറങ്ങിപ്പോയെന്നാ പറയുന്നത്. ഭയങ്കര തിരക്കാണ്, അത് നമ്മളൊക്കെ കാര്യം അങ്ങനെയാണ്. പക്ഷേ ഈ തിരക്കിനിടയ്ക്ക് എന്തോ സംഭവിക്കും, എന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്, വിളിച്ചാൽ കിട്ടൂല അല്ലെ. പിന്നെ നമ്മുടെ തിരക്കുകളൊക്കെ മാറാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരക്കുകളെപ്പോലും മറികടക്കുന്ന ഒന്ന് വന്നു ചേരുമ്പോൾ നമ്മൾ അതൊക്കെ മറക്കാണ് അല്ലെ. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രയോറിറ്റി, പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻഗാമികളായ സമൂഹങ്ങളുടെ ആയുസ് കാണിക്കപ്പെട്ടു. ഒരു ഹദീസിൽ പറയാട്ടോ, ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ കണ്ടിട്ടില്ലെങ്കിലും നമ്മളെ മറ്റാരേക്കാളും സ്നേഹിക്കുന്നവനാണ് പ്രിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മുൻകാല സമൂഹങ്ങളുടെ ആയുസ് കാണിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര വിഷമം. എന്താ വിഷമം? ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ച് വിഷമം. കാരണം ഓല ആയുസ്, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ആയുസ് എത്രയാ? 950 വർഷം അല്ലെ. അപ്പൊ എന്റെ ഉമ്മത്ത് ജീവിതകാലം മുഴുവൻ അമലുകൾ ചെയ്താലും ഒരിക്കലും അവരുടെ അമലിന്റെ അടുത്ത് എത്തൂല. ഒരു ഹദീസ് പറയുന്നുണ്ട്, ഖൈറുൻ നാസ്, ജനങ്ങൾ ഏറ്റവും നല്ല ആളുകൾ ആരാ? മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു, ആയുസ് ദീർഘിക്കുന്നു, അമല് നന്നാവും. ഭയങ്കര വിഷമം. ഇതിനൊരു സൊല്യൂഷൻ ആണല്ലോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പരിഹാരമായിട്ട് കൊടുക്കാണ്. ഫഅഅതാഹു അല്ലാഹു ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ. നോക്കണം കേട്ടോ, ഇതിന് അല്ലാഹു പകരമായിട്ട് കൊടുക്കുന്ന അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദ്ർ. പകരമായിട്ട് കൊടുക്കുന്നത് ഖൈറുൻ മിൻ അൽഫി ശഹർ അല്ലെ. സൂറത്തുൽ ഖദ്റിൽ പറഞ്ഞ എന്താണ്? ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാണ്. ആളുകൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യട്ടോ. 1000 മാസം എന്ന് വെച്ചാല് അല്ലെ ഇത്ര വർഷം, 82 83 വർഷം, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. കാരണം ഖൈറുൻ മിൻ ആണ്, അതിനേക്കാൾ മികച്ചത് എത്രയുമാകാം. മിനിമം 82 83 വർഷം എന്ന് വെച്ചാൽ ഒരാളുടെ ആയുസ്സിൽ അപ്പുറം അല്ലെ. നമ്മുടെ കുട്ടിക്കാലമൊക്കെ കഴിഞ്ഞാല്, നമ്മുടെ കുട്ടിക്കാലെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് വളരെ കുറവല്ലുള്ളൂ. ആയുസ്സിൽ അപ്പുറമുള്ള ഒരു അനുഗ്രഹമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡേ കൊണ്ട് കിട്ടുന്നത്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്നാണോ, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പല ആളുകളും അവസാനത്തെ 10 ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട പ്രിയ ഹബീബ് റമദാനിൽ എല്ലാ വർഷവും ഇത്തികാഫിത്തിരുന്നു. ഒരു വർഷം 20 ദിവസം ഇരുന്നിരുന്നു പറഞ്ഞു. ഒരു വർഷം 20 ദിവസം ഇരുന്നിരുന്നു. ഒരു ഉദ്ധരണി പറയുന്നത്, ഒരു വർഷം ഒരർത്ഥത്തില് ഒരു പ്രായശ്ചിത്തം എന്ന നിലക്ക് റമദാന് ശേഷം ഇരിക്കേണ്ടി വന്നു എന്ന് പറയുന്നു. അത്രമാത്രം പ്രാധാന്യം എന്തിനു കൊടുക്കുന്നു? ഈ റമദാൻ അവസാനത്തെ 10 കൊടുക്കാണ്. ഷദ്ദുൽ മഅ്സർ ഐ ഖലഹ് ലഹു, കച്ചുകെട്ടി ഇറങ്ങും, കുടുംബത്തെയും കൂടെ കൂട്ടുക. കാരണം സ്വർഗീയ യാത്രയിലാണ് കുടുംബത്തെ കൂടെ കിട്ടേണ്ടത്. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ചിലപ്പോൾ നമ്മൾ ദുനിയാവിൽ ചിലത് വെച്ചൊന്ന് ആലോചിക്കണം. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഈ മക്കളുടെ പ്രസൻസ് രക്ഷിതാക്കൾ ആഗ്രഹിക്കും. പക്ഷെ മക്കൾ വളർന്ന് കുറച്ചിതാകുമ്പോഴത്തേക്ക് അവരുടെ പഠനം, അവരുടെ ജോലിയൊക്കെ ആയിട്ട് പല നാടുകളിലേക്ക് പോകും അല്ലെ. യൂറോപ്പിലും UK യിലൊക്കെ ഇഷ്ടം പോലെ ഗൾഫ് കൺട്രീസിൽ ആളുകളുണ്ട്. ആഗ്രഹിക്കുന്ന സമയത്ത് കൂടെ കിട്ടൂല. പെൻഷനൊക്കെ ആയി വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാവും. പക്ഷെ റിയാലിറ്റി ഉൾക്കൊള്ളാണ്. അവിടെ മനുഷ്യൻ സ്വപ്നം കണ്ട എന്താണ്? ശാശ്വതമായ ജീവിതത്തിൽ ഓരോ മൊമെന്റും എൻ്റെ കൂടെ മക്കൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ടാൽ എത്ര സുന്ദരമായിരിക്കും നമ്മുടെ ജീവിതം അല്ലെ. ഞാൻ യേശു പറഞ്ഞ പോലെ ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്, എപ്പോഴും അത് സ്വപ്നം കണ്ട് ജീവിക്കുക. അപ്പൊ യഥാർത്ഥത്തില് ഇതിലേക്കെത്താൻ, ഈ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള അവസരമായിട്ട് എന്തിനെ കുറിച്ച് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ ഡേയെ കുറിച്ച് പറയുന്നത് ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തേക്കാൾ പുണ്യമാണ്. നമ്മുടെ ആയുസ് മുഴുവൻ ചെലവഴിക്കുന്നതിനേക്കാൾ പുണ്യമാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, കുറെ ആളുകൾ 10 ദിവസം ഇല്ലെങ്കിലും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന രാവുകൾ ഉണ്ടാവും. എന്നാലും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബിരുദന്മാരായ മനുഷ്യന്മാർ, അള്ളാഹ്ക്കറിയാം ഓരോരുത്തരുടെയും മനസ്സെന്നാവില്ല. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ 27 മാത്രം അങ്ങ് സജീവാക്കും. 27 കഴിഞ്ഞാലോ പിന്നെ ഓല് ഷോപ്പിങ്ങിലും തിരക്കിലും റമദാൻ കഴിയുന്ന ഫീലിങ്ങിലായിരിക്കും. അള്ളാഹു നോക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നോക്കുക നമ്മുടെ കൽബിലേക്കാ. നിങ്ങൾ വിചാരിക്കുക, ഒരു മനുഷ്യൻ റമദാന്റെ 10-20 ദിവസം എന്ത് ചെയ്തു? നന്നായി ആമലുകൾ ചെയ്തു. പിന്നെ എന്തോ പറ്റി ഹോസ്പിറ്റലിലോ വെന്റിലേറ്ററിലോ ആയി എന്ന് വിചാരിക്കാം. ബോധമില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്?
ആ മനുഷ്യന് അത്ര അമലുകൾ ചെയ്തു, അവനക്ക് അള്ളാഹു ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കൊടുക്കില്ല എന്ന് വിചാരിക്കണ്ടോ? അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. നമ്മുടെ കൽബുകളിലേക്ക് നോക്കും. നമ്മുടെ കൽബുകളിൽ നമ്മൾക്ക് അള്ളാഹുവിന് എത്ര വാല്യൂ കൊടുക്കുന്നുവോ, എത്ര പ്രാധാന്യം കൊടുക്കുന്നുവോ, അതനുസരിച്ച് അള്ളാഹു നമ്മളെ കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ആ അർത്ഥത്തില് അള്ളാഹു നൽകിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തെ വിളിച്ചുകൊടുത്തെന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ഹബീബെ, ഈ ദിവസം ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവിനോട് പൊറുക്കലിന് തേടണം. കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് തേടണം. ഒരു ഹദീസ് പറയുന്നുണ്ട്, മൻ ഖാമ ഫീ ലൈലത്തിൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലേ, അള്ളാഹു എത്ര റഹീമാണ്, റഹ്മാനാണ്. ചില മനുഷ്യന്മാരുണ്ട്, ഞാൻ സൂചിപ്പിച്ചിരുന്നു, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിതത്തിൽ ഒരു മനുഷ്യരുടെ ഭാഗത്തുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെ, എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അങ്ങനെ അസ്വസ്ഥരാകും. അത് സ്വാഭാവികമാണ്, നമ്മൾ എല്ലാവരുടെയും പ്രകൃതം അങ്ങനെയായിരിക്കും. പക്ഷെ ഈമാൻ കൊണ്ട് അതിനെ മറികടക്കാൻ പറ്റും. അത് കൂടുതൽ നന്മ ചെയ്തവരാണെങ്കിലോ, നമ്മൾ കൂടുതൽ നന്മ ചെയ്ത ആളുകൾ നമ്മോട് നന്ദികേട് കാണിക്കുന്നത് സഹിക്കാൻ പറ്റില്ല. അല്ലെ, അള്ളാഹുവിനോട് നിരന്തരമായി നന്ദികേട് കാണിക്കുന്ന മനുഷ്യർ, ഖുർആൻ പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവനോട് നന്ദി കെട്ടവനാണ്. അങ്ങനെയുള്ള ആളുകളോട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാൻ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ ഉള്ള ഏറ്റവും നല്ല അവസരങ്ങൾ ഒന്നായിട്ട് എന്ത് പറയുന്നു? ലൈലത്തുൽ ഖദ്ർ. ഊഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്ന ദിനമാണത്. എന്ന് മാത്രമല്ല, നേരത്തെ ഓതി ആഴ്ചയിൽ പറയുന്നത് എന്താ? ഫീഹ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട സംഗതി ആട്ടോ. അന്ന് എല്ലാ യുക്തയുക്തമായ കാര്യങ്ങളും തീരുമാനിക്കപ്പെടും. ലൈലത്തുൽ ഖദ്ർ വിധി നിർണയരാകും. അതിന് പ്രത്യേകം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, അന്ന് എല്ലാ കാര്യങ്ങളും എഴുതപ്പെടും. ഉദ്ധരണിയിൽ പറയുന്നത്, അടുത്ത വർഷം ഹജ്ജിന് പോകുന്ന ആളുകളുടെ പേര് പോലും എഴുതപ്പെടുന്ന ഒരു ദിവസമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സംഗതികൾ പടച്ചവനോട് ചോദിക്കുമ്പോൾ അള്ളാഹു നൽകുമെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു ദിവസം. അതിന്റെ ഒരു ഫ്രീഡം ആർക്ക് കൊടുത്താണ്? മലക്കുകൾക്ക് കൊടുക്കാണ്. അല്ലെ, അതുകൊണ്ട് പറഞ്ഞു ഫീഹ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ആ ദിനം എഴുന്നേറ്റ് നിന്ന് അഹ്യൽ ലൈൽ, രാത്രി നമ്മൾ സജീവമാക്കണം. അന്ന് രാത്രി സജീവമാക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലവര, അങ്ങനെ നമ്മൾ പറയാ, അത് മാറ്റിക്കുറിക്കുന്ന ഒരു ദിവസമായിട്ട് നമുക്ക് ആ ദിനത്തെ കാണാൻ കഴിയണം, അതിന് ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്നാണ് പറയുന്നത്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആ ദിവസത്തെ കുറിച്ച് പറയുന്നുണ്ട്, അന്ന് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അല്ലെ, മലക്കുകൾ ഇറങ്ങി വരും. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. ആ മലക്കുകളുടെ എണ്ണം ഹദീസിൽ പറയുന്നത്, കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അശ്റൽ അവാഖിർ ശദ്ദ മഅസറഹു. ഇത് കുറച്ച് ഹദീസ് പറയുന്നുണ്ട്, ഇന്നഹാ ലൈലത്തുൻ സാബിഅ ഔ താസിഅ വഇശ്രീന ഇന്നൽ മലായികത തിൽക്കൽ ലൈല ഫിൽ അർളി അക്തറു മിൻ അദദിൽ ഹസ. എന്നാൽ ഈ ഭൂമിയിലെ പെബിൾസ്, അല്ലെ, ചെറിയ കല്ലുകൾ ഉണ്ടല്ലോ, അതിനേക്കാൾ മലക്കുകൾ ഉണ്ടാവും. ഒന്നുമില്ല, നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള കല്ലുകൾ മാത്രം എണ്ണാൻ ശ്രമിച്ചാൽ എത്ര ഉണ്ടാവും? അല്ലെ, എത്ര ഉണ്ടാകും? പക്ഷേ ഭൂമിയിലെ കല്ലുകളെക്കാൾ മലക്കുകൾ ഇറങ്ങി വരുന്നു. ശരിക്ക് ആ കാഴ്ചയെങ്ങാനും നമ്മൾ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ, അല്ലെ, നേരിട്ട് കണ്ടിരുന്നെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് എന്താ ചെയ്യാം? അതിൽ മുഴുകി ചേരുന്നു. പക്ഷെ നമ്മൾ കാണാത്ത ആ അനുഗ്രഹം, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് ഒരു അനുഭൂതിയായിട്ട്, ഒരു ആസ്വാദനമായിട്ട് പകർന്നു നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ അർത്ഥത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ അനുഗ്രഹത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ഇതിനപ്പുറം എന്ത് വിശദീകരണം നമുക്ക് വേണ്ടത്? അതുകൊണ്ട് നമുക്ക് ഈ അവസാനത്തെ പത്തില് ഇനി വരുന്ന ഓരോ മൊമെന്റുകളെയും നമ്മുടെ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി നമുക്ക് സുരുക്കൂട്ടി വെക്കാനുള്ള ഏറ്റവും അവസാനത്തെ ഒരവസരം ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ റമദാന്റെ ഇനിയുള്ള ദിനരാത്രങ്ങളെ പൂർണ്ണ ഉപയോഗപ്പെടുത്തുന്ന, കഴിയുന്നതും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന യഥാർത്ഥ വിശ്വാസം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.
അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഒരിക്കൽ കൂടെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷ്മ പാലിച്ച് മുമ്പോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. നമ്മൾ സാധാരണ ജീവിതത്തിൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കാറുണ്ട് അല്ലേ? നമുക്ക് വിശ്വസ്തനായ നല്ലൊരു ബിസിനസ്സുകാർ കച്ചവടം തുടങ്ങണം. പലപ്പോഴും ആളുകൾ പറയുന്നു കേട്ടിട്ടുണ്ട്, ഒരു ഷെയർ എടുക്കുന്നില്ല എന്നതുകൊണ്ട് അവരോട് ഒരു ഇഷ്ടക്കേട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഉണ്ടാവില്ല, എന്താ ഷെയർ എടുക്കാത്തത്, അതിൻ്റെ പുറകെ നടക്കും, ഇങ്ങോട്ടൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാട്ടോ. അഥവാ പൊട്ടിയാലോ സ്വഭാവം മാറുകയും ചെയ്യും അല്ലേ? കോമൺ സംഭവിക്കുന്നതാണ്, കോമൺ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിക്കുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. ഖുർആന് യഥാർത്ഥത്തിൽ വിധി നിർണയരാവെന്ന് പറഞ്ഞല്ലോ, അത് മനുഷ്യന്റെ വിധി മാത്രമല്ല, ലോകത്തിന്റെ തന്നെ വിധി മാറ്റിമറിക്കുന്നതാണ്. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ്. നമ്മൾ സാധാരണ സൂചിപ്പിക്കുന്ന ലോകത്തെ വ്യത്യസ്തമായി കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഖുർആൻ. ഖുർആൻ ഇല്ലാത്ത ലൈഫ് എന്നുള്ളത് ഇരുണ്ട ജീവിതമാണ്, ഇരുൾമൂടിയ ജീവിതം. അതിൽ അല്ലാഹു പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. നമ്മൾ റമദാനിൽ കൂടുതൽ സാമ്പത്തികമായ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും അല്ലെ? അതില് സൂറത്ത് തൗബയിൽ അല്ലാഹു പറയുന്നുണ്ട്, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദ. നരകത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു വചനമാണത്. ഈ സ്വർണവും വെള്ളി ഒരുമിച്ച് കൂട്ടുന്ന ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാത്ത ആളുകൾ, അവർക്ക് ശിക്ഷയുണ്ട്, വേദനാജനകമായ ശിക്ഷ. എന്താ ശിക്ഷ എന്നോ? യൗമ യുഹ്മ അലൈഹാ ഫീ നാരി ജഹന്നം. ഈ സ്വർണവും വെള്ളിയൊക്കെ നരകത്തിലിട്ട് പഴുപ്പിക്കും. ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ മുഖവും പാർശ്വഭാഗങ്ങളൊക്കെ പൊള്ളിക്കും. ഹദാ മാ കനസ്തും ലിഅൻഫുസിക്കും. നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായി കരുതിയതായിരുന്നു, നിങ്ങൾ വിചാരിച്ച ഇതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്, നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ച ഇതാണ്. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. നിങ്ങൾക്ക് വേണ്ടി എന്താ സമ്പാദിച്ചത്, അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് പറയും. അനുഭവിച്ചു കൊള്ളുക. കെട്ടിപ്പൂട്ടി വെക്കുന്ന അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ. പിശുക്കന്മാരായ ആളുകൾ, അവർക്ക് അല്ലാഹുവിനേക്കാൾ പ്രതീക്ഷ എന്തിലായിരിക്കുന്നു? ഇത് ഗൗരവത്തിൽ പറയാണ്, അവരുടെ ബാങ്ക് ബാലൻസിലായിരിക്കും അല്ലെ? ബാങ്ക് ബാലൻസ് കുറച്ച് കുറയുമ്പോൾ എന്ത് ചെയ്യും? ആകെ ടെൻഷൻ അടിക്കും, ക്രൈസിസ് വരാൻ വിചാരിക്കാം. അല്ലാഹ് നാളെ ഇപ്പൊ എന്ത് ചെയ്യാ അല്ലെ? അപ്പൊ ആളുകളൊന്നും കൊടുക്കൂല. കാരണം ഓൾക്ക് പ്രതീക്ഷ കൂടുതൽ ആരിലാണ്? അള്ളാഹുവിനേക്കാൾ തന്റെ ബാങ്ക് ബാലൻസിൽ. അത് കുറയുമ്പോൾ ടെൻഷൻ അടിക്കും, അത് കൂടുമ്പോഴോ എന്നാ കുഴപ്പമില്ലെന്ന് വിചാരിക്കും. ഈ പെർസ്പെക്റ്റീവ് മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്തിനെയും പലിശയും താരതമ്യം ചെയ്ത് പറയുന്നത് എന്താ പറയുന്നത്? വമാ ആതൈതും മിൻ റിബാ ലിയർബു ഫീ അംവാലിന്നാസ് ഫലാ യർബു ഇൻദല്ലാഹ്. അല്ലാഹു നമ്മോട് പറയാട്ടോ, നിങ്ങൾ പലിശ വാങ്ങുന്നുണ്ടല്ലോ, ആരും പലിശ വാങ്ങുന്നുണ്ടാവില്ല, പക്ഷെ പലിശയുടെ സിസ്റ്റത്തെ കുറിച്ച് പറയാം. ഇത് വാങ്ങുന്ന ആളുകൾ എന്താ വിചാരിക്കുക? ഓ എനിക്ക് കുറെ കൂടുതൽ കിട്ടുമല്ലേ, ഫലാ യർബു ഇൻദല്ലാഹ്, അതുകൊണ്ട് അല്ലാഹുവിന്റെ അടുത്ത് ഒരു വളർച്ച ഉണ്ടാവില്ല കേട്ടോ. എന്നാൽ വമാ ആതൈതും മിൻ സകാത്ത്, സകാത്തിന്റെ കാര്യത്തിലോ ഖുർആനില് നമസ്കാരത്തോടൊപ്പം 80ഓളം തവണ ആവർത്തിച്ച് ആ ഒരു സക്കാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ സൂക്ഷ്മത ആർക്കില്ല. എന്നാൽ സക്കാത്തിന്റെ അവസ്ഥയോ അത് തുരീദൂന വജ്ഹല്ലാഹി ഫഉലൈക ഹുമുൽ മുളഅഫൂൻ, അത് ഇരട്ടയെന്ന് പറയുന്നത്. അതിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അതാണ് സമ്പത്തിനെ വളർത്തുന്നതെന്ന് പറയുന്നത്. സക്കാത്ത് സമ്പത്തിനെ വളർത്തും. നമ്മൾ പൊതുവെ ചിലപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് വെച്ചാൽ സ്വമേധയുള്ള ദാനങ്ങൾ കൊണ്ട് നമ്മൾ സമ്പത്തിൽ വളർച്ച ഉണ്ടാവുള്ളൂ അല്ലെ? പക്ഷെ സക്കാത്തിനെ കുറിച്ച് ഖുർആൻ എടുത്തു പറഞ്ഞാൽ ഫഉലൈക ഹുമുൽ മുളഅഫൂൻ, നിങ്ങൾ ചെയ്യുന്ന നിർബന്ധിത ദാനമാണ്, നിങ്ങൾ ചെയ്യുന്ന ഔദാര്യമൊന്നുമില്ല. സിമ്പിളായി പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോവാം, അപ്പൊ ഒരാൾ എന്തോ പറഞ്ഞു, ഒരു 100 രൂപ കൊടുത്തു അല്ലെ? ഒരു 100 രൂപ കൊടുത്തു, എന്നിട്ട് പറഞ്ഞെന്ത്, അത് 2 രൂപ എന്ത് ചെയ്തോ ആ ആൾക്ക് കൊടുക്കണം കേട്ടോ. അപ്പൊ 97 എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിന് കിട്ടുന്ന ഔദാര്യാണ്. എന്റെ ആ 2 തന്നെ എന്താ പറയുന്നത്? നിങ്ങളുടെ ചെലവുകൾ കഴിച്ച് ചെലവ് കഴിച്ചിട്ടുള്ളതാ അല്ലെ? എന്നാൽ അതുപോലും കൊടുക്കാൻ ആളുകൾ എന്താ ചെയ്യുന്നു? ആൾ വിളിച്ചു ചോദിക്കും, ഇതിന് എത്ര സക്കാത്ത് കൊടുക്കണോ? ഇത് അനുഭവം എന്ന് പറയുന്ന കേട്ടോ. ആ കൊടുക്കണം, ഇതാണ് നല്ലത്, ഇതാ നല്ല നിലപാട് അല്ല. പ്രബലമായ അഭിപ്രായം എന്താ? അപ്പൊ ഈ ചോദിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എങ്ങനെങ്കിലും കൊടുക്കാതിരിക്കാൻ ഓപ്ഷൻ ഉണ്ടോ എന്ന് മനുഷ്യൻ ആലോചിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് നഷ്ടമാണെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അള്ളാഹു പറയുന്നത് എന്താണ്? നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്തിൽ അത് വർധന വരുത്തും. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാണാൻ കഴിയില്ല, പക്ഷെ അനുഭവത്തിലൂടെ നിങ്ങൾക്കത് ബോധ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഈ റമദാനിൽ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷനാണ് നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണം സംഭവിക്കണം. അതിലേ നമുക്ക് ബർക്കത്ത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സമ്പത്തിന് ഒട്ടും മതിയാവാത്ത, ഉള്ള സമ്പത്ത് കൊണ്ട് സമാധാനമോ സന്തോഷവും ഇല്ലാത്തൊരു ജീവിത സാഹചര്യം ഉണ്ടാവുക. വളരെ വിശദീകരിക്കേണ്ട ഒന്നാണ്. ഒരു സൂചന നിൽക്കും മാത്രം പറയാണ്, അവരിൽ നിന്ന് സക്കാത്ത് നിങ്ങൾ സ്വീകരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? അള്ളാഹുവിന് എന്തോ കിട്ടാനില്ല, നിങ്ങളെ ശുദ്ധീകരിക്കാനാണ്. നിങ്ങളെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നമുക്കൊരു ഹുസ്നുൽ തന്നെ ഉണ്ടെങ്കിൽ, അല്ലെ, അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ അള്ളാഹു തന്ന സമ്പത്തിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നല്ലത്. അവരുടെ സമ്പത്തിൽ മറ്റുള്ളവർക്ക് അവകാശം ഉണ്ട് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ അവകാശം നിങ്ങളെ കയ്യിൽ വെക്കാണ്. ആ അവകാശം നിങ്ങൾ എന്ത് ചെയ്യണം? അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള വഴികൾ നിങ്ങൾ തേടണം. അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? നിറവേറ്റാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഖൈർ, ബർക്കത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രത്യേകമായിട്ട് സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ, അതിന്റെ നിസാബ് ഇതൊക്കെ എന്താണ് നമ്മൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട്, ഫിത്ർ സക്കാത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അടയാളം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നോമ്പ് നോൽക്കുമ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങൾക്ക് മനുഷ്യന് സംഭവിക്കുമല്ലോ. എത്ര അബദ്ധം സംഭവിക്കും? നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചത്. ഈ അബദ്ധങ്ങളൊക്കെ പൊറുക്കപ്പെടാനുള്ള ഒരു വഴിയായിട്ട് എന്ത് പറയുന്നത്? ഫിത്ർ സക്കാത്ത്. അത് സക്കാത്ത് പോലെ നിശ്ചിത വിഹിത അർത്ഥത്തില്ല, മറിച്ച് അടിസ്ഥാനമായിട്ട് ഒരു ദിവസമൊക്കെ ഭക്ഷണത്തിന് വകകളൊക്കെ ആളുകളാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? മക്കൾക്കും പ്രായപൂർത്തിയുള്ളവർക്കും എല്ലാവർക്കും എന്ത് ചെയ്യണം? ഫിത്ർ സക്കാത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് മറ്റു മനുഷ്യർക്കും എന്ത് ചെയ്യും? അതിന്റെ നന്മകൾ അനുഭവിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ നമുക്ക് ഈ ദീനിന്റെ ഒരു മഹത്വം മനസ്സിലായല്ലേ, അത് ബോധ്യപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ എപ്പോഴും സ്തുതിക്കും, നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് മനസ്സ് തുറന്ന് പറയും. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ ഈ റമദാനിലെങ്കിലും നമുക്ക് അള്ളാഹു തന്ന ഈ ഉത്കൃഷ്ടമായ ജീവിതം, അതിനെ കുറിച്ച് പറഞ്ഞ എന്താ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, അല്ലെ? ഈ ദീന്റെ പൂർത്തീകരണത്തിലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹ പൂർത്തീകരണമാണ്. പക്ഷെ പലപ്പോഴും നമുക്കത് മനസ്സിലാവുന്നില്ല. അള്ളാഹുവേ, ഈ റമദാനിൽ എന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെ, ദീൻ അടുത്തറിയുന്നതിലൂടെ ഈ ദീന്റെ മഹത്വം മനസ്സിലാക്കാൻ, ഈ ദീൻ നൽകുന്ന ഏറ്റവും സുന്ദരമായ ജീവിതക്രമത്തിന്റെ വാല്യൂ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ഒരു ജീവിതക്രമം കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. അടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ നീ പുറത്തു തരണേ നാഥ. വഹുവേ, വിശുദ്ധമായ റമദാൻ എത്ര പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരുന്നത് വഹുവേ, അത് വന്നതിനേക്കാൾ വേഗത്തിൽ ഞങ്ങൾ വിട്ടുപിരിയാണ്. കഴിഞ്ഞ ദിനങ്ങൾ എത്രമാത്രം ഉപയോഗപ്പെടുത്തി ഞങ്ങൾക്ക് അറിയില്ല. അല്ലാഹുവേ, എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ നാഥ. അല്ലാഹുവേ, ഈ റമദാൻ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട അബദുകളിൽ അള്ളാഹു നിങ്ങൾ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട്. ഒരു നമസ്കാരക്കാരെ കുറിച്ച് ഖുർആൻ പറയുന്നു, മുനാഫിഖുകളുടെ നമസ്കാരത്തെ കുറിച്ച്, ഖാമൂഖുസാല, മടിയന്മാരായിട്ട് വരിക. അള്ളാഹ് ഓർക്കും, പക്ഷെ നമസ്കാരത്തിൽ പോലും കുറച്ച് അള്ളാഹ് ഓർക്കുന്നുള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ നമസ്കാരത്തിൽ അങ്ങനെ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിരുന്നെങ്കിൽ നീ റഹ്മാനാണ്, റഹീമാണ്, പൊറുത്തരണേ നാഥ. ഞങ്ങളുടെ ഖിയാമുൽ ലൈൽ, തറാവീഹ് നമസ്കാരം, നോമ്പ് എല്ലാം നീ സ്വീകരിക്കണേ നാഥ. ഞങ്ങൾ നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. എവിടെങ്കിലും റിയാ ഞങ്ങളുടെ മനസ്സിലേക്ക് പിശാച് ഇട്ട് തന്നിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് അല്ലാഹുവേ, ഞങ്ങളുടെ സ്വതക്കൾ നീ സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെ റമദാൻ നിലക്ക് എന്നെ ഇവിടെ കാണുന്നത് അല്ലാഹുവേ, ആ അർത്ഥത്തിൽ ഇനിയുള്ള ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. പക്ഷെ അല്ലാഹുവേ, പലപ്പോഴും ആഗ്രഹമുണ്ട്, പക്ഷെ ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ പിശാചിന്റെ ദുർബോധനം കാരണത്താല് ദുനിയാവിന്റെ പുറകെ നടന്നു പോവാണ്. അല്ലാഹുവേ, ആ ദുർബോധങ്ങൾ ഞങ്ങൾ കാത്തുരക്ഷിക്കണേ നാഥ. അല്ലാഹുവേ, നീ ഇബ്ലീസിനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഇബാദുകളെ, എന്റെ മുഖ്ലിസീങ്ങളെ ഇബാദുകളെ നിനക്ക് തെറ്റിക്കാൻ പറ്റൂല. അല്ലാഹുവേ, ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കാണ്. അല്ലാഹുവേ, പിശാചിന്റെ വലിയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്റെ തുണ ഞങ്ങൾക്ക് വേണം. അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, നിന്റെ വഴിയിൽ മുമ്പോട്ട് പോകും ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അൽ ഖുർആനു ദസ്തൂറുന, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭരണഘടനയാണ് ഖുർആൻ.
ഖുർആൻ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം നാഥ. പടച്ചവനെ, ഈ റമദാനിലെങ്കിലും നീ ഞങ്ങളോട് എന്ത് സംവദിക്കുന്നു എന്ന് ഒരു വട്ടമെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കണം നാഥ. ഖുർആന്റെ നല്ല പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കാൻ ഈ റമദാനിലെങ്കിൽ ഞങ്ങൾ അനുഗ്രഹിക്കണം നാഥ. പടച്ചവനെ, ഈ ഉത്കൃഷ്ടമായ ജീവിതം അത് അനുഭവിച്ചവർക്കേ അതിന്റെ ആസ്വാദനം അറിയുള്ളൂ. അതാണ് സന്തോഷവും സമാധാനവും വിജയവും നൽകുന്നത്. ഈ തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ ഖുർആനിൽ പറയുന്നുണ്ട്, ദീനിനെ ഉൾക്കൊള്ളാൻ, ഈ ഖുർആന്റെ വഴി ഉൾക്കൊള്ളാൻ മനസ്സിനെ നീ വിശാലമാക്കുമെന്ന്. അള്ളാഹു, ഞങ്ങളുടെ മനസ്സിനെ നീ വിശാലമാക്കി തരണം നാഥ. അവർക്ക് നിന്റെ നൂറ് പ്രദാനം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിന്റെ നൂറിൽ ജീവിക്കാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണം നാഥ. പടച്ചവൻ, ഞങ്ങൾ മാത്രല്ല, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ ഇണകള്, ഏറ്റവും സവിശേഷമായ ഞങ്ങളുടെ മാതാപിതാക്കള്, അവരൊക്കെ നീ അനുഗ്രഹിക്കണം നാഥ. അള്ളാഹുവെ, അതിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്, മരിച്ചുപോയ ആളുകളുണ്ട്, അവരൊക്കെ നീ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ, അവരെ സ്വർഗീയ ആരാമങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാം നിന്റെ ഫിർദൗസിൽ ഒരുമിച്ചിട്ട് അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, ഒരു കണ്ടീഷൻ ഉണ്ട് ഞങ്ങൾക്ക്, നിന്നോട് പറയാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. അള്ളാഹുവെ, നിന്റെ അബുദുകളാണല്ലോ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന നിലക്ക് നിങ്ങൾ ചോദിക്കുന്നത്. അള്ളാഹുവെ, ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും ആ ഫിർദൗസ് ഞങ്ങൾക്ക് നിഷേധിക്കല്ലേ നാഥ. അള്ളാഹു, ഞങ്ങളുടെ പ്രിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കണം നാഥ. പ്രിയ ഹബീബിന്റെ സാന്നിധ്യമില്ലാത്ത സ്വർഗത്തിന് എന്ത് പരിമളമാണ്, എന്ത് സുഗന്ധമാണുള്ളത്. അള്ളാഹുവെ, ആ ഫിർദൗസ് ഞങ്ങൾക്ക് നിഷേധിക്കല്ലേ നാഥ. അള്ളാഹു, അതിലേക്കത്തിൽ ഞങ്ങൾക്ക് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ നീക്കിത്തരണേ നാഥ. നിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ, അള്ളാഹു നിന്റെ മാർഗത്തിൽ വഖഫുകൾ നിർവഹിക്കാൻ, നിന്റെ മാർഗത്തിൽ നാളത്തേക്ക് വേണ്ടി, യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും സ്വരുക്കൂട്ടി വെക്കാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ, ഈ സമൂഹത്തെയും ഈ നന്മയുടെ പാതയിലേക്ക് കൈപിടിച്ചു ഉയർത്താൻ നീ അനുഗ്രഹിക്കണേ നാഥ. ഈ ലോകം നന്മയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്, നന്മയുള്ള ലീഡേഴ്സിനെ ആഗ്രഹിക്കുന്നുണ്ട്. തിന്മയുള്ള ആളുകളാണ് ഇന്ന് ലോകം വാണുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റി നന്മയുള്ള ഒരു ലോകക്രമത്തെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കുന്ന നാഥ. അന്ന് മക്കയിൽ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ നിർവഹിച്ച ദൗത്യമാണ്. റോമിനെയും പേർഷ്യയെയും കീഴടക്കി ഈ ദീനിനെ സ്ഥാപിക്കുന്നുണ്ട്. അള്ളാഹുവെ, അങ്ങനെ നല്ല ലോകക്രമം സ്വപ്നം കാണാൻ, അതിനുവേണ്ടി പണിയെടുക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. അത് ഞങ്ങളുടെ ജീവിത ദൗത്യമാണെന്ന തിരിച്ചറിവ് വിശുദ്ധ ഖുർആനിലൂടെ നേടിയെടുക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. മരണത്തിന്റെ ഘട്ടത്തിൽ നിന്നോട് കെഞ്ചിച്ച ചില മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. പടച്ചവൻ, ഒരു ചാൻസ് തരണമേ, ഞങ്ങൾ നന്നായിക്കൊള്ളാം, ഞങ്ങൾ ഉത്കൃഷ്ടരായിക്കൊള്ളാം. അവസരം നൽകപ്പെടില്ല. അള്ളാഹു, ഞങ്ങളുടെ ദുർഗതി ഞങ്ങൾക്ക് വരുത്തലേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ നാഥ. നിങ്ങൾ അസുഖമുള്ള ആളുകളുണ്ട്, ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അവരുടെ ഒക്കെ അസുഖങ്ങൾ നീ ശിഫയായി കൊടുക്കണേ നാഥ. അവർക്ക് സൗഖ്യം നീ പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ, വീടുകളിൽ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആളുകളുണ്ട്, അവരുടെ ഓരോ പ്രയാസങ്ങളും നാളേക്കുള്ള അമല സ്വാലിഹാത്തുകളായി നീ പരിഗണിക്കണേ നാഥ. നേരത്തെ പരാമർശിച്ച സഹോദരൻ, അള്ളാഹുവെ, അവർക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ, നാളെ പരലോകത്ത് നിന്നിലേക്ക് യാത്രയാകുന്ന സന്ദർഭത്തിൽ സമാധാനം പ്രാപിച്ച ആത്മാക്കളെ എന്ന അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ നിന്നിലേക്ക് മടങ്ങാൻ അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأواهم. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ثبت أقدامنا على القوم الكافرين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم لا تسوي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غل الذين آمنوا ربنا إنك رؤوف رحيم. اللهم اجعل هذا الشهر الشريف العظيم شهر رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون.
ولذكر الله أكبر والله يعلم ما تصنعون. أقم الصلاة.